ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന ഭയവും ആകുലതയും ആകാംക്ഷയും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ലഭിച്ച് സുഖമായ നിദ്രയ്ക്കു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ദൈവം നമ്മെ കാണുന്നു. സ്വർഗത്തിൻ്റെ ദൈവം, ഉയർച്ചയുടെ ദൈവം, ഉന്നതങ്ങളിലിരുന്ന് സകലതും കാണുന്ന ദൈവം ഇന്ന് നിന്നോട് കൂടെയുണ്ട്. അവിടുന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്നെ നോക്കിയിരിക്കുന്നു. സകലതും സൃഷ്ടിച്ച ദൈവം, സകലത്തിൻ്റെയും ഭരണകർത്താവായ ദൈവം സ്വർഗത്തിൽ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് നിന്നെ കാണുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ ആകുലതകളെ, നിന്റെ മനസ്സിൻ്റെ ഉത്കണ്ഠകളെ, നിന്റെ ഭയം, പ്രയാസങ്ങൾ, നിന്റെ നിരാശ എല്ലാം അവിടുന്ന് അറിയുന്നു. ഒത്തിരി പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടു. എങ്കിലും നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. അവിടുന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയവും ആകുലതകളും ദുഃഖവും വേദനയും നിരാശയും എടുത്തു മാറ്റുന്നു. നിന്നെ ഉപദ്രവിക്കാനായി പിശാച് ഒരുക്കിയിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും കർത്താവായ യേശുക്രിസ്തു ഈ രാത്രിയിൽ തകർത്തെറിഞ്ഞ് നിനക്ക് സമ്പൂർണ്ണ മോചനവും വിടുതലും നൽകും. അവിടുന്ന് അരുളി ചെയ്യുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രരാകും. ഇന്ന് ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുത്ത് അത്യുന്നതനായ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ സഹായിക്കുവാൻ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ നിന്റെ എല്ലാ വേദനകളും മാറാൻ പോകുന്നു. എല്ലാ പ്രയാസങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു. ഈ രാത്രിയിൽ സുഖമായ നിദ്ര അവിടുന്ന് നൽകുന്നു. ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം നൽകുന്നു. കർത്താവായ യേശു അനേകരെ സുഖപ്പെടുത്തിയ ദൈവം ഒത്തിരി കുഷ്ഠരോഗികളെയും മുടന്തരെ, അന്ധരെ, പിശാചു ബാധിതരെ, തളർവാദ രോഗികളെ, ഇവരെ എല്ലാം സുഖപ്പെടുത്തിയ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അവൻ്റെ അടുത്ത് വന്ന ആരെയും അവൻ തിരികെ വിട്ടിട്ടില്ല. കർത്താവായ യേശുവിൻ്റെ അടുത്ത് അവൻ്റെ സഹായത്തിനു വേണ്ടി നിലവിളിച്ചവരുടെ മുൻപിൽ അവിടുന്ന് ഇതുവരെ സഹായം നിരസിച്ചിട്ടില്ല. നീ സഹായത്തിനു വേണ്ടി കർത്താവിനോട് നിലവിളിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ശക്തരായ ദൂതരെ നിനക്ക് വേണ്ടി അയക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും അവിടുന്ന് അറിയുന്നു. നിനക്കൊരു ശാശ്വതമായ സമാധാനപരമായ നാളെയെ നൽകാൻ ഈ രാത്രിയിൽ കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ്. നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ, ബിസിനസ്സിൻ്റെ തകർച്ചകൾ, സാമ്പത്തിക ബാധ്യതകൾ, ഇവയെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന രോഗപീഠകൾ ആരോടും പറയാതെ നീ സ്വന്തമായി അനുഭവിക്കുന്ന നിന്റെ ചില രോഗങ്ങൾ കർത്താവ് ഈ രാത്രിയിൽ എടുത്തു മാറ്റുന്നു. ഈ രാത്രിയിൽ നീ സംശയിക്കരുത്. ദൈവം നിന്റെ പക്ഷത്തുണ്ട്. അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ്. നാളത്തെ ദിവസം എല്ലാം ശുഭകരമാകുന്നതിനും എല്ലാം നിനക്ക് അനുകൂലമാകുന്നതിനും ഈ രാത്രിയിൽ ശക്തിയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. എല്ലാം അറിയുന്ന ദൈവം ഈ രാത്രിയിൽ നിന്നെ സഹായിക്കും. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 115 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിന്? നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും തേടി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ. ഇവരുടെ വേദനയും ഭയവും ആകുലതകളും ഉത്കണ്ഠകളും നീ അറിയുന്നുവല്ലോ. ഈശോയെ, ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചു. നിന്റെ പരിശുദ്ധ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് നൽകി. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായും അങ്ങ് തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരും അറിയാത്ത ഞങ്ങളുടെ ഹൃദയവേദന കർത്താവെ നീ തിരിച്ചറിയുന്നുവല്ലോ. ആരും ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഞങ്ങളുടെ അവസ്ഥയെ കർത്താവെ, സ്വർഗത്തിൻ്റെ ദൈവമേ, നീ തിരിച്ചറിഞ്ഞുവല്ലോ. ഉന്നതങ്ങളിൽ ഇരുന്ന് സകലതും ദർശിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഈ രാത്രിയിൽ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാതെ വരുന്ന ശാപദോഷ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും നീ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടകലാത്ത കടബാധ്യതകളെ എന്നേക്കുമായി നീ എടുത്തു മാറ്റി നിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ അത് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാത്ത രോഗങ്ങളെ നിന്റെ തിരുമുറിവുകളിലേക്ക് രാത്രിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാരിദ്ര്യം ഈശോയെ നിന്റെ കുരിശിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ, ഞങ്ങളുടെ എല്ലാ അവസ്ഥയെയും, എല്ലാ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയെയും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അറിയാവുന്ന ദൈവമേ, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കാൻ കഴിവുള്ളത് അങ്ങേക്ക് മാത്രമാണ്. ഈശോയെ, നീയല്ലാതെ മറ്റൊരു ശക്തി ഞങ്ങൾക്ക് വേണ്ട. ഈശോയെ, നീയല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്ക് വേണ്ട. ഈശോയെ, നീയല്ലാതെ മറ്റൊരു സഹായകൻ ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ കർത്താവേ, നീ തന്നെയാണ് ഞങ്ങളുടെ സഹായകൻ, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ എല്ലാം. ഈ രാത്രിയിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. എല്ലാ കോപത്തിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, ശത്രുതയിൽ നിന്നും, അസൂയയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇനി നീ വൈകരുതേ. ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ഈ രാത്രി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതത്തിൽ നിന്റെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസവും ശക്തിയും നൽകി ഞങ്ങളെ നീ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ ഈ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, എല്ലാം അറിയുന്ന ദൈവമേ, നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരമെടുത്തു മാറ്റി, മനസ്സിൻ്റെ ഭയം മാറ്റി ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ വേദനയും ഭയവും ആകുലതകളും എടുത്തുമാറ്റി സമാധാനത്തോടെ ഉള്ള ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള നിന്റെ അസ്വസ്ഥതകളും ഭയവും ശാരീരിക വേദനകളും മാനസിക വ്യഥകളും എല്ലാ ദുഷ്ടശക്തികളുടെ ആധിപത്യവും എല്ലാം കർത്താവ് എടുത്തുമാറ്റി ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ കർത്താവിൻ്റെ ആധിപത്യത്തിൽ നീ സ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടി അവിടുന്ന് എന്നേക്കുമായി നിന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നാളത്തെ നിന്റെ ദിവസം എല്ലാം കൊണ്ടും കർത്താവ് മനോഹരമാക്കി മാറ്റട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ അറിയാവുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.